ഹായ് ഓൾ, എല്ലാവർക്കും QSPSC ഹസൽ PYQവിലേക്ക് സ്വാഗതം. 2026 ജാനുവരി 24 ശനിയാഴ്ച നടത്തിയ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 5/2026. നമുക്ക് ആൻസേഴ്സ് നോക്കിയാലോ. ഡിസ്കഷൻ ഇല്ല, ജസ്റ്റ് പ്രൊഫഷണൽ ആൻസർ കീ വായിച്ചു പോകുന്നതേ ഉള്ളൂ കേട്ടോ. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പിസ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? ഓപ്ഷൻ സി 2 മാത്രം. ഏതാണ്? പ്രാചീന മലയാളം, ആദിഭാഷ. ചോദ്യം 2, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര്? ഓപ്ഷൻ ബി ആനി ബെസന്റ്. ചോദ്യം 3, ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആര്? ഓപ്ഷൻ എ വിക്രം മിശ്രി. ചോദ്യം 4, 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രമേത്? ഓപ്ഷൻ സി ഇന്ത്യൻ ഒപ്പീനിയൻ. 5, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുമ്പടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ബോസ്റ്റൺ ടീ പാർട്ടി 1773, അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776, പാരീസ് ഉടമ്പടി 1783, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789. ചോദ്യം 6, ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോൾ? ഓപ്ഷൻ എ 1945 ഒക്ടോബർ 30. 7, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് റെയിൽവേ കമാന പാലം ഏത് നദിക്ക് മുകളിലാണ്? ഓപ്ഷൻ ബി ചെനാബ്. ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം? ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയർ. 9, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? ഓപ്ഷൻ എ NH44. ചോദ്യം 10, ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? ഓപ്ഷൻ സി നീലഗിരി കുന്നുകൾ. ചോദ്യം 11, ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്? ബി ചണം. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഓപ്ഷൻ ഡി ശരാവതി. 13, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? ഓപ്ഷൻ സി 1, 2, 3 ശരിയാണ്. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 വരെയാണ്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനമാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളിൽ പ്രാധാന്യം നൽകിയത്. ചോദ്യം 14, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മഹ്ലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? ഓപ്ഷൻ ഡി 1, 2, 3 ശരിയാണ്. കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. PC മഹ്ലനോബിസിന്റെ വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വച്ചത്. ചോദ്യം 15, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? ഓപ്ഷൻ ബി 1, 2 മാത്രം. ലോകബാങ്കിന്റെയും IMFന്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. ചോദ്യം 16, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാം? 2ഉം 3ഉം മാത്രം. ഓപ്ഷൻ എ ആണ് ശരി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെന്റ് പിൻവാങ്ങുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. ചോദ്യം 17, ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി. ചെറുകിട വ്യവസായ മേഖലയുടെ പുരോഗതിക്കായി ഉയർന്ന എക്സൈസ് തീരുവയും ഉയർന്ന പലിശ നിരക്കുള്ള ബാങ്ക് വായ്പയും ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകി. ചോദ്യം 18, താഴെ പറയുന്നവയിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ഡി സൈമൺ ജോൺസൺ. ചോദ്യം 19, ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 16(4). ചോദ്യം 20, താഴെ തന്നിരിക്കുന്നവയിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഇവയിൽ തെറ്റായതേത്? ഓപ്ഷൻ ഡി 3 ആണ് തെറ്റ്. സർഷ്യോറി ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാരപരിധിക്കപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ. 21, ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. 22, ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഉത്തർപ്രദേശ്, തെലങ്കാന. 23, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ ബി PK തുങ്കൻ കമ്മിറ്റി. 24, ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശപ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പു നൽകിയിട്ടുള്ളത്? ഓപ്ഷൻ ബി 6. 25, ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? ഓപ്ഷൻ ബി 3. ചോദ്യം 26, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റ്. ചോദ്യം 27, ABCD എന്നിവർ 4 പേരും സുഹൃത്തുക്കളാണ്. ഇതിൽ ഡി മറ്റു 3 പേരോടായി ചോദിച്ചു. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്?
എ രാജീവ് കുമാർ, ബി ജ്ഞാനേഷ് കുമാർ, സി DY ചന്ദ്രചൂഡ് എന്നിങ്ങനെ പറഞ്ഞു. ഇവർ മൂവരും ഡിയോട് ഇതേ ചോദ്യം ചോദിച്ചു. ഡി പറഞ്ഞു സഞ്ജീവ് ഖന്ന. ഇവരിൽ ആര് പറഞ്ഞതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി പറഞ്ഞത് ശരി. എക്സാം ഹാളിൽ നമ്മളെ ടൈം കളയാൻ വേണ്ടിയിട്ട് തന്നെ ചോദിച്ചിരിക്കുന്നൊരു ചോദ്യമാണല്ലേ. ചോദ്യം 28. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന ആവശ്യ യോഗ്യതകൾ? ഓപ്ഷൻ ബി 1, 3 മാത്രം. ഇന്ത്യൻ പൗരനായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. ചോദ്യം 29. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ബി 1, 2, 3 മാത്രം. ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുങ്കൻ കമ്മിറ്റി. ചോദ്യം 30. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം. നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു, തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു, നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. ചോദ്യം 31. രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി 2 മാത്രം. വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിതോപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ച്. ചോദ്യം 32. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ സൈനോ ഏട്രിയൽ നോഡ്. ചോദ്യം 33. സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരം സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ ഡി. ഓപ്ഷൻ സി ആണ്. 34. പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ മൈക്രോ ഓർഗാനിസംസ് ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി വിഘടനം. ചോദ്യം 35. ഡോട്ട്സ് ഡയറക്ട്ലി ഒബ്സർവ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി ക്ഷയരോഗം, ട്യൂബർക്ലോസിസ്, TB. ചോദ്യം 36. കേരളത്തിൽ 50 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ഓപ്ഷൻ സി ശൈലി. 37. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? ഓപ്ഷൻ ബി HIV വൈറസ്. ചോദ്യം 38. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം? ഓപ്ഷൻ ബി രണ്ടും എതിർദിശയിൽ. ചോദ്യം 39. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ പ്രകാശത്തിൻ്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ? ഓപ്ഷൻ ബി ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ചോദ്യം 40. ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന 10 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം എന്താണ്? എത്രയാണ്? ഓപ്ഷൻ സി 100 ന്യൂട്ടൺ. 41. 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡൊവററ്റ്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരം? ഓപ്ഷൻ ഡി നോബൽ സമ്മാനം ഭൗതികശാസ്ത്രത്തിൽ. ചോദ്യം 42. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത്? ഓപ്ഷൻ സി ട്രിഷ്യം. 43. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിൻ്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീതാനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ബോയിൽ നിയമം. 44. ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിൻ്റെ ലവണലായനിയുടെ pH മൂല്യമാണ് 7 കുറവ്? ഓപ്ഷൻ ബി NH4Cl, അമോണിയം ക്ലോറൈഡ്. 45. 2025 നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ഓപ്ഷൻ സി മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. ചോദ്യം 46. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നതോ ചിലർ, കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഈ വരികൾ ആരുടേതാണ്? ഓപ്ഷൻ സി പൂന്താനം നമ്പൂതിരി. 47. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരമാരാണ്? ഓപ്ഷൻ ഡി എൽഡോസ് പോൾ. 48. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം? ഓപ്ഷൻ എ ചിറയ്ക്കൽ, കണ്ണൂർ. 49. തപ്പുകൊട്ടി, മേളമൊരുക്കി, താളവടിവിൽ താവടി തുള്ളി, പുലവൃത്തമാടി, വിനോദഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി, അടവി തുള്ളി, കോലം തുള്ളലിലേക്ക് കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തിലെ കുറിച്ചുള്ളതാണ് ഈ വിവരണങ്ങൾ? ഓപ്ഷൻ ബി പടയണി. ചോദ്യം 50. മലയാളത്തിലെ പ്രശസ്തരായ ചില ആട്ടക്കഥാകൃത്തുക്കളുടെയും അവരുടെ ആട്ടക്കഥകളെയും ചുവടെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ശരിയായി ചേർത്തെഴുതിയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 3, 4. കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം, ഉണ്ണായി വാര്യർ നളചരിതം. ഇനി മാത്സ് ചോദ്യങ്ങളാണ്. ഓപ്ഷൻസ് വായിച്ചു പോവാം. 51 സി 17, 52 എ 80%, 53 ഡി 8:15, 54 എ 40 km/h, 55 ലഘൂകരിക്കുക. ഓപ്ഷൻ ബി 36, 56 ഓപ്ഷൻ ഡി 28, 57 ഓപ്ഷൻ എ ബുധൻ, 57 ഓപ്ഷൻ എ ബുധൻ, 58 ഓപ്ഷൻ ബി 90 ഡിഗ്രി, 59 ഓപ്ഷൻ എ 720, 60 ഓപ്ഷൻ ഡി 123.
61. Choose the appropriate meaning of the idiom blue blood. Option C, an aristocrat. 62. If I had known you were in hospital, I would have visited you. Option C. 62. Option C. 63. Find out the correct answer. This is an achievement of which I am proud. Option D ആണ് 63. 64. Option C ആണ്. Don't touch me, he said to her. He told her not to touch him. 65. ഓപ്ഷൻ ബി എബേറ്റ്സ് ആണ്. ദ തണ്ടർ ഗ്രാജുവലി എബേറ്റ്സ് ആൻഡ് ഇറ്റ്സ് റംബ്ലിംഗ് ഇൻ ഹാർഡ് ഫാർ എവേ ബിയോണ്ട് ദ വില്ലേജ്. 66. ഓപ്ഷൻ ഡി ഡിമിനുറ്റീവ്. ദി കമ്പനി മേഡ് ആൻ ഇനോർമസ് പ്രോഫിറ്റ് ലാസ്റ്റ് ഇയർ. എന്താണ്? ഡി ഡിമിനേറ്റീവ് ആണ്. 67. ഓപ്ഷൻ സി ദ ബോയ്സ് ഡു ഡെയറിംഗ് ടാസ്ക്സ്. അതിൻ്റെ അഫോർമേറ്റീവ് സെൻറ്റൻസ് ഏതാണെന്നായിരുന്നു ചോദ്യം. 68. നോബഡി നോസ് ദ ആൻസർ. ഓപ്ഷൻ എ ആണ് ടാഗ് ഡു ദേ. 69. ചൂസ് ദ കറക്റ്റ് ആൻസർ. ബി സൈമൾട്ടേനിയസ്. ബി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 70. എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ്. ഏതാണ്? ഓപ്ഷൻ എ ആസ്ട്രോണമർ. മലയാളം ചോദ്യങ്ങൾ. 71. ശരിയായ പദമേത്? ഓപ്ഷൻ ഡി വൃഷ്ടി. 72. സംവൃതം എന്ന പദത്തിൻ്റെ വിപരീതമേത്? ബി വിവൃതം. താഴെ പറയുന്നവയിൽ 73. താഴെ പറയുന്നവയിൽ തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏത്? ഓപ്ഷൻ സി ലേഖകൻ ലേഖക. 74. ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദമേത്? ഓപ്ഷൻ സി അത്യന്താപേക്ഷിതം. 75. ചേർത്തെഴുതുക. ആ പ്ലസ് ആൾ ബി അയാൾ. 76. താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആൺമക്കൾ. 77. ശരീരം എന്ന വാക്കിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി ഏതാണ്? ഓപ്ഷൻ സി 1ഉം 2ഉം ശരി. ഗാത്രം, മേനി, കായം, വപുസ്. 78. ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ ബി അത്യധികം വിഷമിക്കുക. 79. പിരിച്ചെഴുതുക അത്യന്തം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അധികം അന്തം. 80. പ്രിയാമ്പിൾ. ശരിയായ മലയാള പരിഭാഷ ഏത്? ഓപ്ഷൻ ബി ആമുഖം. 81. കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം? ഓപ്ഷൻ ബി 1991. 82. കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി മലപ്പുറം. 83. കേരളത്തിൽ നിലവിൽ പുരുഷ തടവുകാർക്ക് എത്ര തുറന്ന ജയിലുകളുണ്ട്? ഓപ്ഷൻ സി 2. 84. തടവ് ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണ്? ഓപ്ഷൻ സി 6 മാസം. 85. നിലവിലെ ജയിൽ വകുപ്പ് മേധാവി? ഓപ്ഷൻ എ ബൽറാം കുമാർ ഉപാധ്യായ. 86. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നവയാണ്. 87. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണ്? ഓപ്ഷൻ സി മനുഷ്യാവകാശ സംരക്ഷണ നിയമം. 88. താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ്. 89. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ ബി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെ. 90. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗത്തെ കമ്മീഷനിൽ നിന്ന് പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെ? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. കമ്മീഷൻ അംഗം പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുന്നു. ആ കാലയളവിൽ പുറത്തുനിന്നുള്ള ശമ്പളമുള്ള ജോലിയിൽ ഏർപ്പെടുന്നു. അംഗം മാനസികമായോ ശാരീരികമായോ ബലഹീനത കാരണം അയോഗ്യനായി കണക്കാക്കപ്പെടുന്നു. അംഗത്തിൻ്റെ മാനസികാവസ്ഥ മോശമാണെങ്കിൽ, ഒരു യോഗ്യതയുള്ള കോടതി അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അംഗം ധാർമ്മികം, അരാജകത്വം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടുവെങ്കിൽ. 91. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഇളവ് നൽകുന്നു? ഓപ്ഷൻ സി 8.1. വകുപ്പ് 8.1. 92. വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8.1G പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നാണ് ഇളവ് അനുവദിക്കുന്നത്? ഓപ്ഷൻ ബി വ്യക്തിയുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ. 93. ദേശീയ വിവരാവകാശ കമ്മീഷണർ നിയമനത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി പ്രധാനമന്ത്രി. 94. വിവരാവകാശ നിയമം വകുപ്പ് 9 പ്രകാരം വിവരം നിരസിക്കൽ ഏതു തരത്തിലുള്ള പകർപ്പവകാശ ലംഘനത്തോടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി സംസ്ഥാനത്തിന് പുറത്തുള്ള വ്യക്തിയുടെ പകർപ്പവകാശം. 95. വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം എന്നതിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം. രേഖകൾ, ഇമെയിലുകൾ, സർക്കുലറുകൾ, ഓർഡറുകൾ, ലോഗ് ബുക്കുകൾ, പത്രക്കുറിപ്പുകൾ, റിപ്പോർട്ടുകൾ, സാമ്പിളുകൾ, ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡാറ്റാ മെറ്റീരിയലുകൾ. 96. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് ഏതുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി മാനസിക സമ്മർദ്ദം. ഓപ്ഷൻ ബി മാനസിക സമ്മർദ്ദം. 97. ഫ്രോയിഡിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പ്രവർത്തിക്കുന്നത് ഏത് ഘടകമാണ്? ഓപ്ഷൻ ബി ഈഗോ. 98. ബുദ്ധിബഹുമുഖ സിദ്ധാന്തത്തിൽ കൈനസ്തെറ്റിക് എന്നത് എന്താണ്?
ഓപ്ഷൻ ഡി ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കൽ. 99 ഉത്കണ്ഠയെ ഏറ്റവും ശരിയായി വിവരിക്കുന്നത് ഇവരിൽ ഏതാണ്? ഓപ്ഷൻ ബി ഭയം, സംഘർഷം, ചിന്ത. ചോദ്യം 100 അഭിപ്രേരണ എന്നത് എന്തിനെക്കുറിച്ചാണ്? ഓപ്ഷൻ ബി പ്രവർത്തിക്കാനുള്ള പ്രചോദനം. അപ്പം ഇത്രയുമാണ് പ്രൊഫഷണൽ കീ പ്രകാരം മാർക്ക് ചെയ്തിരിക്കുന്ന ആൻസർ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷൻ ആയിട്ട്, കണക്റ്റഡ് ഫാക്ട്സ് ആൻഡ് ഡിസ്കഷൻ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ചാനലിൽ PYQ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. 2025 റീസെൻ്റായിട്ട് നടത്തിയ ക്വസ്റ്റ്യൻസ് ഇപ്പം ഒരു 20ഓളം ചോദ്യങ്ങൾ കഴിഞ്ഞു. ഓക്കെ, ഡിഗ്രി ലെവൽ, +2 ലെവൽ, 10th ലെവൽ എല്ലാ ക്വസ്റ്റ്യൻസ് വിത്ത് കണക്റ്റഡ് ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കാണാത്തവർ കയറി കണ്ടു നോക്കുക. ഇനി വരുന്ന എല്ലാ എക്സാമിനും എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ SCRT ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം പ്ലേലിസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം, കാണാത്തവർ കയറി കണ്ടു നോക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.